Okay, so in the flow of electromagnetic power and the Poynting vector and the കാര്യമാണ് discussing. So electromagnetic wave എന്ന് പറഞ്ഞാൽ electromagnetic wave carry with them electromagnetic power. So the energy is transported through space to a distant receiving point by electromagnetic wave. നമുക്ക് എന്ത് ചെയ്യും, ഒരു സോഴ്സിൽ നിന്ന് എനർജി ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് electromagnetic wave use ചെയ്യാൻ വേണ്ടി സാധിക്കും. So electromagnetic itself carry a electromagnetic power. So one point to another point, so we can transfer energy using electromagnetic wave. So now we will be considering the rate of energy transfer and the electric and magnetic field intensity relation ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കേസിൽ ഒരു ട്രാവലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമ്മൾ ഈ ഒരു പോയിന്റിംഗ് വെക്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്ന വി ഹാവ് മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നുണ്ട്. അതുപോലെ തന്നെ ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നുണ്ട്. Okay, so if you take del cross EH എന്ന് പറഞ്ഞാൽ, okay, if you take del dot E cross H നിങ്ങൾ എടുക്കുകയാണെങ്കിൽ which can be written as H dot del cross E minus E dot del cross H. Okay, so by substituting this we have del cross E cross H which is equal to H dot del cross E എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ഡോ ബി ബൈ ഡോ ടി ചെയ്താൽ. സോ വി ഹാവ് മൈനസ് ഡോ ബി ബൈ ഡോ ടി മൈനസ് ഇ ഡോട്ട് ഡെൽറ്റ ഡി ബൈ ഡോ ടി മൈനസ് ഇ ഡോട്ട് ജെ എന്ന് എഴുതാം. ഡെൽ ക്രോസ് എച്ചിന് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളൊരു ഇനി സിമ്പിൾ മീഡിയത്തിൽ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂട്ടീവ് പാരാമീറ്റർ എപ്സിലോൺ മ്യൂ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല നമുക്കറിയാം. സോ വി ഹാവ് എച്ച് ഡോ ബി ബൈ ഡോ ടി ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് ഡോട്ട് ഡോ മ്യൂ എച്ച് ബൈ ഡോ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഡോ മ്യൂ എച്ച് ഡോട്ട് എച്ച് divided by dou t which is equal to dou by dou t can be represented as 1 by mu h square. Okay, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, E dot dou d by dou t can be written as E dot dou epsilon E by dou t which is equal to half dou epsilon E dot E divided by dou t which is equal to dou by dou t half epsilon E square അതുപോലെ തന്നെ E dot j can be written as E dot sigma E, j equal to sigma E ആണ്. So which is equal to sigma E square എന്ന് എഴുതാം. Okay, so നമ്മൾ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടി. സോ നൗ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽ ക്രോസ് ഇ ക്രോസ് എച്ച് എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. ദെൻ വിൽ ഗെറ്റ് ഡോ ബൈ ഡോ ടി ഓഫ് ഹാഫ് എപ്സിലോൺ, ഓക്കെ, ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ മൈനസ് സിഗ്മ ഇ സ്ക്വയർ എന്ന് കിട്ടും. Okay, so which is a point function relationship we got. So നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ഡോട്ട് എന്ന് പറയുന്നതാണ് ചെറിയൊരു ഏരിയയിലുള്ള ഇതിൻ്റെ പവർ ട്രാൻസ്മിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ ഓവർ എ സർഫസ് എടുക്കുകയാണെങ്കിൽ വി ഹാവ് ഡെൽ ക്രോസ് എച്ച് ഡി എസ് എന്ന് പറയുന്നത്, ഓക്കെ, ക്ലോസ്ഡ് സർഫസ് വിൽ ബി മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇൻ്റഗ്രൽ ഓവർ എ വോളിയം, okay, which is obtained by എങ്ങനെയാണ് divergence theorem apply ചെയ്ത് കഴിഞ്ഞാൽ you will be getting like this. Okay, so 1 by 2 epsilon E square plus
1/2 mu h square. ഡൈവേർജൻസ് തിയറം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ ഭാഗം ഒന്ന് എന്ത് ചെയ്യുക നോക്കുക. ഡി. സോ നമ്മുടെ ഡൈവേർജൻസ് തിയറം എന്താ ചെയ്തിട്ടുള്ളത്, ബേസിക്കലി ഒരു വോളിയം ഇൻ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർഫസ് ഇൻ്റഗ്രൽ ആയിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഇൻ്റഗ്രൽ വിൽ ബി കൺവേർട്ടഡ് ടു, അതായത് ഡെൽ ക്രോസ് ഇ ക്രോസ് എച്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർഫസ് ഇൻ്റഗ്രൽ ആയിട്ട് എഴുതാൻ സാധിക്കും. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഇ ക്രോസ് എച്ച് ഡി എസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഡൈവേർജൻസ് തിയറം. സോ ഈ ഒരു തിയറം പ്രകാരമാണ് നമ്മൾ നേരത്തെ ഉള്ളതിന് എന്ത് ചെയ്യാം, ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇ ക്രോസ് എച്ച് കിട്ടി. സോ ഇ ക്രോസ് എച്ച് എന്ന് പറയുന്നതാണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ഫോം ഉണ്ട്. ഒന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി സ്റ്റോർഡ് ആണ് അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസാണ്. സോ റൈറ്റ് എനർജി സ്റ്റോർഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ എപ്സിലോൺ, ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയറും അതുപോലെ തന്നെ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. സോ ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് സിഗ്മ ഇൻ്റെ ടേംസിലുള്ള വിച്ച് ഈസ് ദ ഓമിക് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ വോളിയം എന്ന് പറഞ്ഞ് നമുക്കതിനെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു ഫോമിനെ ദ ടോട്ടൽ എനർജി എന്ന് പറയുന്നതിനെ ക്യാൻ ബി റിട്ടൺ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റേറ്റ് ഓഫ് energy, sorry, rate of decrease of electric and magnetic energy stored ആണ്. സെക്കൻഡ് ഫസ്റ്റ് രണ്ട് കേസ് എന്ന് പറയുന്നത് which is subtracted by, so subtracted by ohmic power dissipated. Okay, so ohmic power dissipated എന്ന് പറയുന്നതാണ്. Dissipated in the volume. Okay, അതാണ് നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ള ഡെൽ ക്രോസ് ഇ എച്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി we can write it as E cross H is the presenting the power flow per unit area. Power flow per unit area. So that is P which is equal to E cross H. So ഇതാണ് നമ്മുടെ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയാം. പോയിന്റിംഗ് വെക്ടർ എന്ന് പറയാം. Okay. So which is a power density vector associated with the electromagnetic field. And the surface integral of P over a closed surface will be equal to the power leaving the enclosed volume. So which is referred as the Poynting theorem. Okay, so the power over a closed surface is equal to the power leaving on the enclosed volume, which is referred to as Poynting theorem. Okay, so Poynting theorem എന്താണ്? Poynting theorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ power over a closed surface equal to power leaving the enclosed volume. Okay, so power enclosed. So നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷനെ നമുക്ക് വേറെ ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് നമുക്ക് ആ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ എടുക്കാം. സോ വി ഹാവ് ഇന്റഗ്രൽ എസ് പി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോട്ട് ടി. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ എടുത്തു. സോ വി അവർ ഡബ്ല്യു ഇ പ്ലസ് ഡബ്ല്യു എം ഡി വി പ്ലസ് വോളിയം പി സിഗ്മ ഡി വി. ഓക്കെ, സോ എന്താണ് നമുക്ക് പറയാം, ഡബ്ല്യു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
WE is equal to half epsilon E square, which is equal to electrical energy density. Electric energy density. അതുപോലെ തന്നെ WP which is equal to half WM which is equal to mu H square, which is equal to magnetic energy density. Then we have P sigma is equal to sigma E square, representing the, this can be either represented J square sigma by, so ohmic power density. Okay, so in words, the total power flowing into closed surface at any instant equal to the sum of rate of increase of stored electric and magnetic energy and the ohmic power dissipated within the closed volume. So നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഇൻ ടേംസ് ഓഫ് സമ്മേഷൻ്റെ ഫോമിലേക്ക് ഇതിനെ മാറ്റി. നേരത്തെ നമ്മൾ എന്ത് ചെയ്തത്, റേറ്റ് ഓഫ് ഡിക്രീസ് എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് energy stored by the electric and magnetic energy plus the power dissipated by the enclosed volume. Ohmic power dissipated by the enclosed volume എന്നാക്കി. കാരണം എന്താണ്, ഇവിടെ ഈ നെഗറ്റീവിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. So we can say this part is the rate of increase and this part is the rate of decrease. Okay, so see pointing vector എന്ന് പറയുന്നത് എന്താണ്. So it's worthy to note that the power relationship between the total power flow across a closed surface obtained by the surface integral E cross H, and the definition of the Poynting vector as the power density vector at every point on the surface is arbitrary. Okay. Second, the Poynting vector is in direction normal to both electric and magnetic field. Okay, so this part നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്, power vector എന്ന് പറയുന്നത് എന്താണ്, power vector at every point. Every point is arbitrary. Second എന്ന് പറയുന്നത് Poynting vector P is direction normal to electric field and magnetic field. Okay, so ഇതിനെ എങ്ങനെ പറയാം, the power over enclosed surface, power entering into enclosed surface which is equal to the power leaving the enclosed volume. It is the rate of increase of electrical energy stored, electrical energy and magnetic energy stored plus the power dissipated by the ohmic power dissipated എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റിലേഷൻസ് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻ ലോസ്ലെസ് മീഡിയത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് ലോസ്ലെസ് മീഡിയൻ്റെ കേസിൽ. സോ ഫോർ എ ലോസ്ലെസ് മീഡിയം we have sigma will be equal to 0, conductivity will be equal to 0 ആണ്. So the total power flowing into a closed volume എന്ന് പറയുന്നത് എന്താണ്, okay, P dot ds എന്ന് പറഞ്ഞാൽ which will be equal to എന്താണ് dou by dot t of W plus Wm dV എന്ന് എഴുതാൻ പറ്റും. Okay, so which is a rate of increase of electrical and magnetic energy stored. അതുപോലെ തന്നെ in static condition, second condition എന്ന് പറഞ്ഞാൽ static condition എന്ന കേസ്, static conditionൽ dou by dou t എന്ന് പറയുന്ന ഒരു വേരിയേഷൻ ഉണ്ടാവില്ല. So we can say that it will be only equal to del dot P dot ds will be equal to integral over volume P sigma dV എന്നാണ്, which is equal to ohmic power dissipated ആണ്. So ഈ ഒരു കോമ്പണന്റ് dou by dou t of W will be equal to 0, dou by dou t of Wm also will be 0 in static condition. So ഇതാണ് പോയിന്റിംഗ് വെക്ടറിന്റെ ഭാഗത്തുള്ളത്. പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇറ്റ്സ് the power over a closed surface equal to the power leaving the enclosed volume. That is called Poynting theorem. So ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പോയിന്റിംഗ് തിയറം പറയാം, പോയിന്റിംഗ് തിയറം എങ്ങനെ പറയാം,
the total power flowing into a closed surface at any instant equal to the sum of rate of increase of the electrical energy and magnetic energy stored plus the ohmic power dissipated in the volume. Okay, ohmic power dissipated in the enclosed volume എന്ന് പറയുന്ന that is called Poynting theorem in this case of electromagnetic wave എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമിലർ ഇതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമ്പിൾ 8.5 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോം I²R എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ എക്സാമ്പിൾ 8.5 ഒന്ന് ചെയ്തു നോക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആൻഡ് ആവറേജ് പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആൻഡ് ആവറേജ് പവർ ഡെൻസിറ്റി. ഓക്കെ, ആവറേജ് പവർ ഡെൻസിറ്റി, instantaneous and average power density എന്ന് പറഞ്ഞാൽ, so if you have E of z as ax ex of z and ax e0 e raised to minus alpha z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടും ആവറേജ് ആയിട്ടുമുള്ള നമുക്ക് നേടും ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇൻസ്റ്റന്റേനിയസിൻ്റെ കേസിൽ നമുക്ക് കിട്ടുക പി സെഡ് ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി ഐ ഓഫ് ടി എന്ന് പറയുന്നത് വിൽ ബി ഗെറ്റിംഗ് ദാറ്റ്. ഫോർ ടൈം ബീങ് നമ്മൾ ആവറേജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, സോ ദ ഇക്വേഷൻ വിൽ ബി പി ആവറേജ് വിൽ ബി ഈക്വൽ ടു 1/2 റിയൽ പാർട്ട് ഓഫ് ഇ ക്രോസ് എച്ച് ആണ് വരിക. ഓക്കെ, റിയൽ പാർട്ട് ഓഫ് ഇ ക്രോസ് എച്ച് എന്ന് വരും. അതുപോലെ തന്നെ പി സെഡ് ടി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പി സെഡ് ടി വിൽ ബി ഈക്വൽ ടു ഹാഫ് റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് സെഡ് cross h cross of z plus e of z cross h of z e raised to j2 omega t എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോമിലാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. സോ അതെങ്ങനെയാണ് കിട്ടിയ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇഫ് യു ടേക്ക് റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് z e raised to j omega t എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് h of z e raised to j omega t ചെയ്തു കഴിഞ്ഞാൽ you will be ending up the above solution. Okay, so ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ ഡെൻസിറ്റി പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആവറേജ് പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടർ ആൻഡ് ആവറേജ് പവർ പോയിന്റിംഗ് വെക്ടർ. സോ ഇതിന് തന്നെ നമുക്ക് വേറെ ഫോമിൽ എഴുതാം. വിത്ത് റെസ്പെക്ട് ടു z ആണെങ്കിൽ ഹാഫ് റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് z ക്രോസ് എച്ച് സ്റ്റാർ ഓഫ് സെഡ്. സോ ഇതാണ് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതല്ലെങ്കിൽ ഇത് അതിൻ്റെ ജനറൽ ഫോമാണ്. സോ അതിൻ്റെ ഒരു സിംബോളിക് ഫോമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇൻസ്റ്റന്റേനിയസ് പവർ ഡെൻസിറ്റി ചിലപ്പോൾ അതിൻ്റെ വോയിസ് ചിലപ്പം കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബുക്കൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് ആവറേജ് പവർ ഡെൻസിറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വോയിസ് കുറവായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ബാക്കി അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ എക്സും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ട് ആക്സിസിൽ കണ്ടു. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. സോ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഇൻസ്റ്റന്റേനിയസ് വേവ് എക്സ്പ്രഷൻ അലോങ് one side കിട്ടും. സോ ഫ്രം ദാറ്റ് യു വിൽ ബി എൻഡിങ് അപ്പ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദിസ്. ഓക്കെ, സോ ആ ഭാഗം ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻ. സോ ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ആവറേജ് പവർ ഡെൻസിറ്റി. സോ അതിൻ്റെ മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇപ്പോഴും നമ്മൾ പവർ ഡെൻസിറ്റിനെ ആവറേജ് ആണ് എടുക്കാറുള്ളത്. പി ആവറേജ് ഈക്വൽ ടു ഹാഫ്
റിയൽ പാർട്ട് ഓഫ് ഇ ക്രോസ് എച്ച്. സോ ഇ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇ ഓഫ് സെഡ് ഓർ എച്ച് ഓഫ് സെഡ്. സോ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. സോ ഈ ഒരു ഭാഗത്ത് വരുന്നൊരു പ്രോബ്ലം കൂടെ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നിങ്ങൾ ചെയ്ത് നോക്കാം. then it will be easy to understand എങ്ങനെയാണ് ഈ ക്രോസ് എച്ച് എടുക്കുന്നത് എന്നുള്ളതൊക്കെ ആ ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.